ഇന്നൊരു അടിപൊളി ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഐസ്ക്രീമിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ മാങ്ങയാണ് ഇപ്പോഴും നമ്മുടെ മെയിൻ സംഭവം. കാരണം ഇനിയിപ്പോൾ മാങ്ങ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ കിട്ടില്ലല്ലോ, നല്ല മാങ്ങ. അപ്പോൾ അത് ഈ കാണിച്ചേക്കുന്നതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, അതായത് മിൽക്ക് പൗഡറും ഐസ്ക്രീം പൗഡറും നമ്മുടെ മിൽക്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് മതിയേ, അത് നല്ലപോലെ ഒന്ന് ഒരു ക്രീമി ടെക്സ്ചറാക്കി വെക്കുന്നതാണ്. ഇനി ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും, നമ്മുടെ മിൽക്ക് മെയ്ഡും നമ്മുടെ മാങ്ങയും ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ്ചറും, അതുകൂടാതെ വാനില എസൻസും, അങ്ങനെ എല്ലാ സാധനങ്ങളും, പിന്നെ കുറച്ച് കാടമും ഇടുന്നുണ്ട്, ഒരെണ്ണം അതും ഇട്ട് പാലും ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് നല്ല എന്താ പറയുന്നത്, മധുരം ഇടാൻ നമ്മൾ മറന്നു പോകരുത്. മെയിനായിട്ട് നമ്മുടെ മാങ്ങ നല്ല മധുരമുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചത് നമ്മൾ ഒന്നുകൂടെ മിക്സിയിലിട്ട്, അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം, ഒന്നുകൂടെ മിക്സിയിലിട്ട് ഏകദേശം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നല്ലപോലെ ഫ്രീസറിൽ വെക്കണം. അതിന് മുന്നേ ആയിട്ടുള്ളതാണ് ഇന്നത്തെ മെയിൻ സംഭവം. അതായത് നമ്മൾ മെൽറ്റഡ് ചോക്ലേറ്റ് ഡ്രിസിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ, ഇങ്ങനെ മെൽറ്റഡ് ചോക്ലേറ്റ്, അത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ ഡ്രിസിൽ ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്പൂണിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഡിസൈൻ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അതാകുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ അതിങ്ങനെ എന്താ പറയുന്നത്, സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇതാ നോക്കുക, സ്കൂപ്പ് ചെയ്യുമ്പോൾ അകത്തേക്ക് അതിങ്ങനെ ആ ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി വരും, മാങ്ങയുടെ എല്ലാം ആ ഒരു ഇതിൻ്റെ അകത്ത്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.